ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഒളിവിൽ കഴിയുന്ന MS സൊല്യൂഷൻസ് ഉടമ മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. കോഴിക്കോട് ജില്ലാ കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഷുഹൈബ് ഉൾപ്പെടെ MS സൊല്യൂഷൻസിലെ 3 അധ്യാപകർക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകി. അതേസമയം ഷുഹൈബിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കാനും സാധ്യതയുണ്ട്. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, നമുക്കറിയാം ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രധാന പ്രതി എന്ന് സംശയിക്കുന്ന ഷുഹൈബ് ഒളിവിൽ തുടരുകയാണ്. അതോടൊപ്പം ഇന്ന് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും പരിഗണിക്കുകയാണ്. വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോഴിക്കോട് ജില്ലാ കോടതി പരിഗണിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ അപേക്ഷ കോടതി തള്ളിയിരുന്നു. രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ ഷുഹൈബ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നത്. ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ച സംഭവിച്ചതുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയമായിട്ടുള്ള MS സൊല്യൂഷന്റെ CEO ആണ് ഷുഹൈബ്. ഈ വിവാദമായതിനെ തുടർന്ന് MS സൊല്യൂഷൻ താൽക്കാലികമായി ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായതിനു ശേഷവും പലതവണ ഷുഹൈബ് അവരുടെ തന്നെ ചാനലിൽ യൂട്യൂബിൽ ലൈവ് വരികയും ഏത് അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷം പ്രാഥമിക അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ച് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ച ഉടനെ തന്നെ ഷുഹൈബ് ഒളിവിൽ പോവുകയാണ്. അദ്ദേഹത്തെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. പ്രാഥമികമായി നടത്തിയ വിവരശേഖരണത്തിൽ നിന്ന് MS സൊല്യൂഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി എന്ന നിഗമനത്തിലായിരുന്നു ക്രൈംബ്രാഞ്ച് എത്തിച്ചേർന്നത്. അതിനു പിന്നാലെയാണ് MS സൊല്യൂഷന്റെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്രൈംബ്രാഞ്ച് FIR രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. നേരത്തെയും ഈ MS സൊല്യൂഷനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ പ്രദേശത്തെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും കോഴിക്കോട് താമരശ്ശേരി DDയുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് കാര്യമായ അന്വേഷണം ഒന്നും നടത്തിയിരുന്നില്ല. താമരശ്ശേരി DD കഴിഞ്ഞ തവണ ഓണപരീക്ഷാ പേപ്പർ ചോർത്തിയതുമായി ബന്ധപ്പെട്ട് MS സൊല്യൂഷനെതിരെ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് പരാതി നൽകിയിരുന്നു. ആ കാര്യങ്ങളൊന്നും അന്വേഷണം നടന്നിരുന്നില്ല. ഈ ഘട്ടത്തിൽ ക്രിസ്മസ് ചോദ്യപേപ്പർ പരീക്ഷ ചോർത്തിയതുമായി ബന്ധപ്പെട്ടും MS സൊല്യൂഷനെതിരെ ആരോപണം ഉയർന്നപ്പോൾ താമരശ്ശേരി DDയുടെയും കോഴിക്കോട് DDയുടെയും ഒക്കെ മൊഴിയെടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് MS സൊല്യൂഷന് ഈ വിഷയത്തിൽ പങ്കുണ്ട് എന്നും ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർത്തിയതിൽ പങ്ക് MS സൊല്യൂഷൻ ഉണ്ട് എന്നൊരു പ്രാഥമിക നിഗമനത്തിൽ ക്രൈംബ്രാഞ്ച് എത്തിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു FIR രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഈ സമയത്തൊന്നും ഈ പ്രാഥമികമായ മൊഴിയെടുപ്പ് വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രധാന അധ്യാപകരുടെ ഒക്കെ എടുക്കുന്ന സമയത്തും MS സൊല്യൂഷന്റെ CEO ആയിട്ടുള്ള ഷുഹൈബ് ഒളിവിലായിരുന്നില്ല. അദ്ദേഹം യൂട്യൂബ് ചാനലിൽ പലതവണ വീഡിയോ പുറത്തിറക്കിയിരുന്നു. കെമിസ്ട്രി പരീക്ഷയുടെ SSLC കെമിസ്ട്രി പരീക്ഷയുടെ തലേ ദിവസം ക്വസ്റ്റ്യൻ പേപ്പർ പ്രെഡിക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് ഇദ്ദേഹത്തിനെതിരെ പ്രതി ചേർക്കുകയോ അല്ലെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യുകയോ ഒന്നും ചെയ്തിരുന്നില്ല. ആ സമയത്തൊക്കെ ക്രൈംബ്രാഞ്ച് ഇദ്ദേഹത്തിന് മൊഴിയെടുക്കാതിരുന്നത് ക്രൈംബ്രാഞ്ചിന് സംഭവിച്ചൊരു വീഴ്ചയായിട്ടുള്ള ഒരു വിലയിരുത്തലൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ക്രൈംബ്രാഞ്ച് SP-യുമായി ബന്ധപ്പെടുന്ന സമയത്ത് അടുത്ത ദിവസം തന്നെ ഈ ഷുഹൈബിനെ കണ്ടെത്താൻ സാധിക്കുമെന്നും ഷുഹൈബിനെ ചോദ്യം ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ക്രൈംബ്രാഞ്ച് സംഘം നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഇന്ന് ജാമ്യാപേക്ഷ ലഭിക്കുകയോ ഇല്ലയോ എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾ പോവുക. ജാമ്യാപേക്ഷ ലഭിച്ചില്ലെങ്കിൽ തന്നെയും ഇദ്ദേഹത്തെ കണ്ടെത്താനുള്ള ശ്രമം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏകദേശം 11 മണി 11:30 കൂടി തന്നെ ഷുഹൈബിന്റെ ജാമ്യാപേക്ഷ തലശ്ശേരി ജില്ലാ കോടതി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആ സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ജാമ്യം തള്ളിയോ ലഭിച്ചോ എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടി സാധിക്കും. അതേസമയത്ത് ഈ MS സൊല്യൂഷനിലുള്ള 2 അധ്യാപകർ ഷുഹൈബിന്റെ സഹപ്രവർത്തകരായിട്ടുള്ള 2 അധ്യാപകർക്ക് കൂടി ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ ഹാജരാവാൻ വേണ്ടി നോട്ടീസ് നൽകിയിട്ടുണ്ട്. അവർ ഇന്ന് ഹാജരാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.